6, 5, 4, 3, 2, 1. എന്തായാലും നമ്മുടെ ഈ ലുക്ക് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു മാറ്റം തോന്നിയിട്ടുണ്ടാകും. മാറ്റമില്ലാത്തതായിട്ട് ആകെ മാറ്റത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയാറ്. അതെ. അങ്ങനെ മാറുന്ന കേരളത്തിന് വേണ്ടിയിട്ട് പുതിയ അഭിരുചിയിൽ, പുതിയ രൂപത്തിൽ, പുതിയ വേഷത്തിൽ, പുതിയ ഭാവത്തിൽ ഇനിയെത്തുന്നു ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസ് അപ്പ് കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. Blockbuster partner MyG, co-powered by Dr. Mom. Cosmetic partner Dazzler, Eterna, Spice partner Easter. Electronics partner Pitapalil Agencies and premium ice cream partner Laza. Yay! ഇനി ഇങ്ങോട്ട് റോക്ക് ആൻഡ് റോളിലേക്ക് വരുന്ന താരങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ രണ്ട് വശത്തായിട്ട് ചേരി തിരിഞ്ഞ് രണ്ട് ടീമുകൾ പൊളിക്കാൻ പോവാണ്. മാധു, ആ. നമ്മുടെയൊക്കെ മനസ്സില് കുട്ടിക്കാലം മുതൽ കേറി തുടങ്ങിയ രണ്ട് ബിംബങ്ങളുണ്ട്. അതെ. രണ്ട് താരങ്ങൾ, അതെ. രണ്ട് താര രാജാക്കന്മാർ, നമ്മുടെ മമ്മൂക്കയും നമ്മുടെ ലാലേട്ടനും. നമ്മൾ നമ്മുടെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ കണ്ട മുഖങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊരു കുഞ്ഞു കുട്ടിയും പറയുന്ന ഉത്തരം ഒന്ന് മമ്മൂക്ക, രണ്ട് ലാലേട്ടൻ. തിയേറ്ററുകളിൽ ഇവരെ സിനിമ വന്നു കഴിഞ്ഞാൽ തന്നെ ഉത്സവങ്ങളാണ്. അതെ. അപ്പൊ ഇവിടെയും നമ്മൾ ഉത്സവം ആക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ വലിയേട്ടനായിട്ടുള്ള അഭിനയ കുലപതിയായിട്ടുള്ള മമ്മൂക്കായുടെ ടീമാണ് ഏറ്റവും ആദ്യം വരുന്നത്. ടീം മധുര രാജ. ടീം മധുര രാജ. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ ഫാൻസ് ആണ്, ഹാർഡ് കോർ മമ്മൂക്ക ഫാൻസ് ആണ് ഇവിടെ ഈ ടീമായി മാറിയിരിക്കുന്നത്. കല്ലു, മാധു, ഈ മധുരരാജ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ. മധുരരാജയിലുള്ള ഒരാൾ തന്നെ ഇറങ്ങി വന്നപ്പോ ആൾക്കാർ ഞെട്ടി. തൽക്കാലം നമ്മുടെ മധുര രാജ ടീമിന് നമുക്ക് സീറ്റ് കൊടുത്തിരുത്തിയിട്ട് അടുത്ത ടീമിനെയും കൂടെ വിളിക്കാം മാത്തു. എന്നിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വിശദമായി പരിചയപ്പെടാം. അതെ, അപ്പൊ സ്വാഗതം. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ടീമാണ് ഇനി വരാൻ പോകുന്നത്. അതെ, എല്ലാവരും കാത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ലാലേട്ടിന് വേണ്ടി ജയ് വിളിക്കാൻ, ലാലേട്ടിന് വേണ്ടിയിട്ട് ആവേശം കൊള്ളാൻ വേണ്ടിയിട്ട് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നതെന്ന്. വരുന്നു ടീം ദേവാസുരം. ഇപ്പൊ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് അവരങ്ങ് പൊളിച്ചടിക്കുന്നു. പക്ഷേ ഉണ്ടല്ല, കൂടി ഗ്ലാസ് വെച്ച് വന്നപ്പോ വേറെ ലെവൽ കളി മാറി. ഇനി ഇതൊരു അംഗത്തട്ടായിട്ട് മാറാൻ പോവാണ്. അതെ, വാശിയേറിയ പോരാട്ടമാണ് രണ്ട് ടീമുകളുടെ. പൊരിഞ്ഞ പോരാട്ടത്തിന് ഇനി പ്രേക്ഷകർ കാതോർത്തിരിക്കുക, കണ്ണു പാർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ സീറ്റിലേക്ക് ഇരുന്നാലും നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടിട്ട് പൊളിക്കാം.
നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച് നമ്മുടെ സൂപ്പർ താരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതെ, മമ്മൂക്കയും ലാലേട്ടനും. അതായത് രണ്ട് ചേരി തിരിഞ്ഞ് മമ്മൂക്കാരുടെ ടീമും ലാലേട്ടന്റെ ടീമും കൂടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോ അവർ ആശംസകൾ അറിയിക്കണമെന്നും ടീമിലെ ആൾക്കാരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും അവർ അറിയിച്ചു. അവർ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാണ്. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു മധുരരാജല്ലേ വന്നേ, അപ്പോ മമ്മൂക്ക തന്നെ വരട്ടെ. ഏറ്റവും ആദ്യം എന്താണ് മധുരരാജയെ കുറിച്ച് മമ്മൂക്കാക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം അതെ കാണും. കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. ഡബിൾ അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. കുറച്ച് സൂക്ഷിച്ചാ നല്ലായിരിക്കും. അടുത്തത് നമ്മളാണ് കാണാം. ഓക്കെ, സൂക്ഷിച്ചു നോക്കണേ. താൻ ആരാടോ? നാട്ടുരാജാവ്. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറും എല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. നിങ്ങൾ ഉത്സവം നടത്തോ പൂരം നടത്തോ എന്തോ ചെയ്തോ, പക്ഷെ കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. കപ്പ് നിങ്ങൾ കൊണ്ടുപോയിക്കോ. കാണാം. നമുക്ക് ഈ തുടക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഗംഭീരാക്കണം. നമുക്കൊരു ജിഞ്ചിന്നാക്കടി സ്റ്റാർ എന്നൊക്കെ പറയാം, ഒരു കിലുക്കട്ടൻ സ്റ്റാർ. അതെ, എല്ലാവരുടെ മനസ്സിലെ ചിരപ്രതിഷ്ഠ നേടിയേക്കുന്ന ഒരാളായിരിക്കണം. കാണുമ്പോ തന്നെ ആവേശം തോന്നുന്ന ഒരാളായിരിക്കണം. ഒരു സുന്ദരിയായി. വൈചേട്ടനൊരു സുന്ദരിയാവണമെന്നില്ലേ? ഉറപ്പായിട്ടും. അയ്യോ, അതെ, വൈചേട്ടൻ സുന്ദരിയാവണമെന്നില്ലേ? അല്ല, സുന്ദരി എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓരോരുത്തരും മുഖം നോക്കി. അർജുൻ ചാണ്ടൊക്കെ മുഖം നോക്കി ഇങ്ങനെ ഭാര്യ അടുത്തിരിക്കുന്നോണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അതല്ല ഞാൻ ഒരു സിനിമ ബാക്കിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ താരം പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ആ താരത്തെ ഞങ്ങൾ റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലതയോ? ഞങ്ങൾ അങ്ങനെ ആരും കേട്ടിട്ടില്ലല്ലോ. ഏത് ലത? ലത അല്ലേ, ലതയ്ക്ക് എന്താ കുഴപ്പം? ലതയ്ക്ക് എന്താ കുഴപ്പം? വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ലത വള്ളി. ലത വള്ളിയോ? വള്ളി. ആരെയും വിളിക്കൂ. ആ വള്ളി അല്ല, ആ വള്ളിയല്ല. ഇതാ വരുന്നു ലത. ഹലോ മാത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാവനയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. എന്താണ് ശരിക്കും മലയാള സിനിമയിൽ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഭാവനയ്ക്ക് പറയാനുള്ളത്? മലയാള സിനിമയിലെ പുതിയ വിശേഷങ്ങളൊന്നും എനിക്കറിയില്ല. കന്നഡ സിനിമയിലെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതല്ലേ പറയാൻ പറ്റും. കന്നഡ മൂവി ഞാനിപ്പോ എന്റെ ഒരു മൂവി റിലീസായി ഈ ജാനുവരിയിൽ. വേറെ 2 മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞു, ഏപ്രിൽ റിലീസാണ്. വേറെ ഒരെണ്ണം കുറച്ചും കൂടി ഷൂട്ട് ബാക്കിയുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരാണ് സെറ്റിലായി. ബാംഗ്ലൂരാണ് സെറ്റിലായി. അവിടെ കണ്ടോ ഒരു ഉഗ്രൻ സീറ്റ് ഉണ്ട്, അടിപൊളി സീറ്റ്. ബാക്കിൽ ഒരാളുണ്ട് കേട്ടോ. രഹസ്യമാണ് അത്. രഹസ്യോ? ഇത്രയും വലിയ പൊതുവായിട്ടുള്ള വേദിയിൽ രഹസ്യം? ഞാനേ ഒരു പുതിയ സിനിമ എടുക്കാൻ പോകുന്നുണ്ട്. അതിലെ ഞാൻ നായികയായിട്ട് ഭാവനേനെ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ വിളിക്കും. എന്നാൽ പഴയ നമ്പർ തന്നെയല്ലേ? ഞാൻ വിളിച്ചോളാം. ശരി. എന്താ പറഞ്ഞേ? അതൊരു സീക്രട്ടാണ്. അത് ഞാൻ അങ്ങനെ പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങള് മൈക്ക് വെച്ച് പറഞ്ഞ സീക്രട്ട് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് കേൾക്കാലോ. അതെ, അതൊന്നുമില്ല. അത് വൈചേട്ടൻ ഒരു മൂവി ചെയ്യാൻ പോകുന്നു. അതിനകത്ത് ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കണം. സോ ഡേറ്റ്സിന് വേണ്ടി പിന്നീട് കോണ്ടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ല അതിന്
നീ എന്താ ചിരിക്കണ എന്താ? ചേട്ടാ ഇവിടെ വേറെ കാര്യം പറഞ്ഞ് അറിയാ ചിരിച്ചോ. സോറി ചേട്ടാ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു നായികയുടെ അടുത്ത് ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഒരു സംവിധായകന് ഡേറ്റ് ചോദിക്കുന്നതിന് വലിയ ഇന്ന് രഹസ്യമാക്കി വെക്കാൻ എന്താ? ഞാൻ ഓരോ സിനിമയിലേക്കും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും. അപ്പൊ അത് ഭാവനയോട് പറയാൻ പറ്റത്തില്ല. ഇവരറിഞ്ഞ പ്രശ്നവും. എന്താണ് അങ്ങനെ? സൗഭാഗ്യനെ ഞാൻ വിളിച്ചിരുന്ന ഒരു പ്രാവശ്യം. ഇല്ല, ഞാൻ ഡയറി മിൽക്ക് തന്ന് വിളിച്ചിട്ടുണ്ട് സൗഭാഗ്യ. അല്ല, സത്യം പറ. ഞാൻ ചിരിച്ചില്ല. ഇവിടെ ഞാൻ സത്യമായിട്ടും ഡയറി മിൽക്ക് കൊണ്ട് തന്നില്ലേ? കഴിഞ്ഞ 5-8 വർഷമായിട്ട് നമുക്ക് പരസ്പരം അറിയാം. ഇന്ന് അവരൊരു പ്യാരിയുടെ മിഠായി മേടിച്ച് നിങ്ങൾ തന്നിട്ടുണ്ടോ? അത് നാരങ്ങ മിഠായി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. എന്തായാലും ബൈച്ചേട്ടന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതാണ് പൂരം. അല്ലു, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ നമുക്ക് അങ്ങോട്ട് വിടേണ്ടതുണ്ട്. ഭാവന ആ സിംഹാസനത്തിലേക്ക് ഇരുന്നു. മ്യൂസിക് ഇട്ട മക്കളെ. രണ്ട് ടീമാണ്. ഒന്ന് ദേവാസുരം ടീമും അതുപോലെ മധുര രാജ ടീമും. മധുര രാജ എന്ന് പറയുന്ന ടീമിന് ഏറ്റവും അനുയോജ്യനായ ക്യാപ്റ്റൻ മധുര രാജയിൽ വേഷം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന് മുമ്പുള്ള പോക്കിരി രാജയിൽ മൂപ്പരുടെ ഒരു ഡയലോഗ് ഉണ്ട് ഫാൻസിന് വേണ്ടിയിട്ട്. ഡയലോഗ് പറഞ്ഞേ ബൈച്ചേട്ടാ. എവിടെ നിന്ന് വേണമെങ്കിലും പറഞ്ഞോ. ഇങ്ങ് വാ, നടുക്ക് പറയും. അത് ഇങ്ങനെ മമ്മൂക്ക ആക്കുവാണ് ഞാൻ. ഉണ്ടോ? ഒരു സെക്കൻഡ് ഒന്നുകൂടി പറഞ്ഞേ. മമ്മൂക്ക ഇത് കാണുകയാണെങ്കിൽ മാത്തൂനെ വെടിവെച്ച് കൊണ്ടു. അതാ ശരി അണ്ണാ. ആക്ടിങ് ആണെങ്കിലും അനുജനാണെങ്കിലും അണ്ണൻ തോക്കുന്നത് എനിക്കും ഈ ഫാൻസിനും സഹിക്കില്ല. ഭാവന നാളെ ഒരു സംവിധായകയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈചേട്ടന് അവസരം ഉണ്ടാവും. ഉറപ്പല്ലേ? എന്റെ പറയുമ്പോ ഒരു സിനിമ ഓഫർ ചെയ്തല്ലേ, ഞാൻ അങ്ങോട്ടൊരു സിനിമ ഓഫർ ചെയ്യണ്ടേ? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഓക്കെ അല്ലേ? ഇനി മാറ്റി പറയരുതും. അപ്പൊ ആ സിനിമയിൽ ഞാൻ തന്നെ നായകൻ, ഞാൻ എന്റെ നായിക ഭാവന, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, ഞാൻ ഡയറക്ട് ചെയ്യും, ഞാൻ മ്യൂസിക് ചെയ്യും. അതിന് തിയേറ്റർ വിറ്റിട്ടാണെങ്കിലും ഞാൻ തന്നെ എല്ലാം. ഉറപ്പല്ലേ? മാറ്റൂലല്ലോ നീ? ഇല്ലില്ല, മാറ്റില്ല. ലക്ഷോപലക്ഷം ആൾക്കാർ കണ്ടോണ്ടിരിക്കാം. ഈ മറ്റേ ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഈ ഭാഗം മാത്രം ഇട്ട് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താൻ മാത്തു. മഞ്ജു പത്രോസ്. ലാലേട്ടന്റെ സിനിമയിൽ മാത്രം അഭിനയിക്കാൻ പറ്റൂല. ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ മോളിക്കൂടെ അങ്ങ് വീഴും. അതെന്താ മഞ്ജു ചേച്ചി അങ്ങനെ? ലാലേട്ടൻ നമ്മുടെയൊക്കെ ഒരു വികാരം. മലയാളികൾക്ക് എല്ലാവർക്കും ലാലേട്ടൻ ഒരു വികാരമാണ്. പക്ഷെ ലാലേട്ടനെ കാണുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വികാരം? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല ബന്ധം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? തീർന്ന് പാവന എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിച്ചോ. എനിക്കൊന്നും ചോദിക്കാല്ല. പറഞ്ഞു കഴിഞ്ഞു മഞ്ജു. നിങ്ങൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഞാനില്ലട്ടോ. ഇന്നത്തെ നിങ്ങളുടെ കോട്ട കഴിഞ്ഞു. മതി, നിർത്ത്. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നറിയോ? റബേക്ക ബേക്കറി. അശ്വതിയിലേക്ക് പോവാം. അശ്വതിയുടെ പേര് തന്നെ തീയുണ്ട്, അശ്വതിയുടെ ആ ഫയറും ഉണ്ട്. പിന്നെ ജിമ്മത്തിയ, കരിമത്തി എന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ. ഇത് ജിമ്മത്തി. അടുത്ത ആള് മോനിഷ. മോർണിംഗ് ഷോ പോലെ ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, അതാണ് മോനിഷ. ഇനി നമ്മുടെ കൂടെ ഉള്ള ആള് പ്രഭിൻ. PBN എന്ന് പറയണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ SRK ഒക്കെ ആവുന്ന പോലെ അവൻ PBN പ്രഭിൻ ആവുന്ന സമയത്ത് അവൻ ഇടാൻ വെച്ചേക്കുന്ന പേരാണ് PBN. അതെ, ബീഫ് ഡ്രൈ ഫ്രൈക്ക് നമ്മൾ ബാറിൽ കയറിക്കുന്ന നമ്മൾ ഹോട്ടലിൽ കയറിക്കുന്ന സമയത്ത് നമ്മള് BDF എന്നല്ലേ പറയുള്ളൂ. എന്താ PBL ഫുൾ ഫോം? എന്താ? ബീഫ് ഡ്രൈ ഫ്രൈ. PBN പ്രഭിൻ ആണല്ലേ? PBN. അടുത്ത ടീം ക്യാപ്റ്റനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ്. അർജുൻ. ഈ സൈസിൽ തന്നെ ഭീകര ഡാൻസറാണ്. പ്രഭുദേവയെ പോലെ ഡാൻസ് ചെയ്യും. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ തമിഴ്നാടൻ പ്രഭുവിന്റെ ശരീരവും പ്രഭുദേവയുടെ ഡാൻസും ഉള്ള ഒരു പ്രത്യേകതരം ജീവിതം. ഇനി അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റൂല. ബൈജു ചേട്ടൻ അർജുന ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല. എന്റെ ടീമിൽ നോക്കണത് അല്ല, കൈയെടുക്ക്. ഈ ലക്ഷണം തന്നെയാണ് അത്. വന്നു അർജുന ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല. വളരെ മോശം. വെരി ബാഡ്. അതുകൊണ്ട് സൗഭാഗ്യം കൂടെ പോകും. ഇനിയിപ്പോ തൊട്ടപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് എന്താ പറയാ, ഒരു പുതിയ ആളെ ഞങ്ങൾ അങ്ങോട്ട് സമ്മാനിക്കാൻ പോവാണ്. എന്താ നിനക്ക് ഇത്ര സംശയം? നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണെന്താ?
എന്നെയാണോ? ഓക്കെ. ടെലിവിഷൻ സ്ക്രീനിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി ഞാൻ വിചാരിക്കുന്നത് എന്ത് എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, മുഖത്തൊക്കെ ഉള്ള ഒരു കാര്യം കൂടെ പറയാം. പറയുന്ന കാര്യങ്ങളിൽ പകുതി ബീപ്പ് അടിക്കേണ്ടി വരുന്ന നമ്മുടെ സ്വന്തം ഹെലനോസ് പാട്ടോ. നമ്മൾ ഈ സൈഡിലേക്ക് വന്നില്ല. അയ്യോ എന്ത് പറ്റിയ സ്നേഹം ഇങ്ങനെ ചിന്താവിശേഷാക്കുന്നല്ലേ പോലെ നിൽക്കുന്നത്? സ്നേഹയുടെ ചിരിയാണ് എല്ലാ കാലത്തും സ്നേഹയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ടെലിവിഷൻ സീരീസിലൂടെ നമുക്ക് പരിചയമുള്ള ആളാണ്. സ്നേഹ ഇങ്ങോട്ട് വാ. സ്നേഹ ചില സമയത്ത് ഉത്തരം മുട്ടുന്ന സമയത്തൊക്കെ ഒരു ചിരി അങ്ങ് ചിരിക്കും. ആ ചിരി ഒന്ന് ചിരിച്ചേ. ഒരു തമാശ അപ്പൊ ഞാൻ ചിരിക്കാം. ഒരു തമാശ. ഞങ്ങളുടെ തമാശ കരയും. ഞാൻ പറയാം മാത്തുക്കുട്ടി കോഴിയേ അല്ല. ഇതാണ് ചിരി. ചിരിച്ചുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് നിർത്തടിച്ച പോലെ അവിടെ പോയിരുന്നോ? നമ്മുടെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭയങ്കര കരുത്തയായിട്ടുള്ള സ്ത്രീയാണ്. പക്ഷെ ആ കരുത്തയായിട്ടുള്ള സ്ത്രീയാണ് ഇവിടെ ദുർബലയായിട്ടിരിക്കുന്നത്. നമ്മുടെ സി കേരളത്തിലെ സത്യ എന്ന പെൺകുട്ടി എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. അതിനകത്ത് കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നീനു ആണ്. നീനു ഹായ് പറ. ഹലോ. ഹായ് നീനു. ഇനി നമ്മുടെ ശ്രീരാമൻ ആണ്. ശ്രീരാം സിനിമ എന്നോ സീരിയൽ എന്നോ ഒന്നും വ്യത്യാസമില്ല. എന്ത് ചാൻസ് കിട്ടിയാലും അത് അഭിനയിക്കും. ഹലോ മാധു, നമ്മുടെ ഉത്സവത്തിനുള്ള പരിപാടികളെല്ലാം സെറ്റായി. അതെ, ഇനിയിപ്പോ കൊടിയേറ്റം മാത്രം അങ്ങോട്ട് നടത്താനുള്ളൂ. ഇനി കൊടിയേറ്റമാണ് മക്കളെ. പൊളിക്കണ്ടേ? നമ്മുടെ കൊടിയേറ്റത്തിന് ശേഷം ഏതാ ഉദ്ഘാടനം. ഭാവന ഇത്രയും വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ വേദിയിൽ വെച്ച് അത് ഉദ്ഘാടനം ചെയ്ത് തരണം. എനിക്ക് അറിയുന്ന ഒരു ഉദ്ഘാടനം എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ ചെയ്തു തരാം. അതല്ല, ഇത് അതിനകത്ത് ഇരുന്നൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം പ്ലീസ്. അത് വേണോ? ചെറുതായിട്ട് ആസനസ്ഥയായാലും ഇവർക്ക് ഇത് ചെയ്യാനൊക്കെ അറിയാവോ ശരിക്കും? ഞങ്ങളുണ്ടല്ലോ ഇതുവരെ ഒരു 19 പ്രാവശ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ആകെ ഒരു 3 പ്രാവശ്യം പാളിപ്പോയിട്ടുണ്ട്. ഷോക്കടിച്ച് മരിച്ചാൽ വീട്ടിൽ നമ്മൾ അറിയിക്കും. കല്ലു, ഇനി ആ വായിൽ കടിച്ചു പിടിക്കാനുള്ള മരക്കഷ്ണം കൂടി കൊടുത്താൽ. ഭവനം വളരെ ലളിതമായിട്ടുള്ള ഒരു മത്സരമാണ്. ഞാനൊരു കഥാപാത്രത്തിന്റെ പേര് പറയും. അപ്പൊ ആ കഥാപാത്രം സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡയലോഗ് അങ്ങ് പറയാം. ഏതെങ്കിലും ഒരു ഡയലോഗ്. ഇത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ചന്തു എന്നാണ് പറയുന്നത്. ചന്തുവിന്റെ ഡയലോഗ് ഏതാ? ചന്തുവിന്റെ ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കൾ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതെ, പക്ഷേ പറയാതെ അതിലിപ്പോ എനിക്കൊന്ന് ചിന്തിക്കാനൊരു ആ ഗ്യാപ്പിലുണ്ടല്ലോ ഞങ്ങൾ ഒന്ന് മിന്നിക്കും. വെട്ടൊന്ന് മിന്നിക്കും. അതെ, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവനയുടെ വികാരങ്ങൾ, ഭാവങ്ങൾ നമ്മൾ കാണാൻ പോകുന്നു. ഇതാ ഭാവനയുടെ ഭാവങ്ങൾ വിടരാൻ പോകുന്നു. അതെ, ഒന്നാമത്തെ ചോദ്യം. രമണൻ. എനിക്കറിയില്ല. രമണൻ പഞ്ചാബി ഹൗസിലെ രമണൻ. ഓക്കെ, രമണന്റെ ഡയലോഗ്. ഓക്കെ. ഓ, നിങ്ങളൊക്കെ ഇവിടെ ചപ്പാത്തിയാണോ? ഞങ്ങളൊക്കെ ചോറാണോ? പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. മുതലാളി നമുക്ക് അങ്ങനെ അടുത്ത ക്ലൂവിലേക്ക് പോവാം. ഇന്ദുചൂടൻ. രാവണപ്രഭു. അല്ല, ഇന്ദുചൂടൻ. നീ പോ. വേറെ ഒന്നും കൊണ്ടുമല്ല. ഉദ്ഘാടനം ചെയ്ത ആള് ഇവിടെ ഷോക്കടിച്ച് മരിക്കും. അടുത്ത ക്യാരക്ടർ പത്മ. പത്മ എന്റെ ക്യാരക്ടർ അല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ഡയലോഗോ? പത്മയുടെ ഡയലോഗ് പറ, അല്ലെങ്കിൽ ചാവും. കഷ്ടമൂർത്തിക്ക് എന്താ പ്രശ്നം? അടുത്തത് മാത്തു. മണവാളൻ. മണവാളുടെ ഡയലോഗ് മനസ്സിലായി. ഒടുക്കം സമ്മതിച്ചു അല്ലേ എന്റെ അച്ഛൻ? രക്ഷപ്പെട്ടു. ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാ. തരിപ്പ് കുറച്ചുകൂടി കൂട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട, ഞാനിപ്പോ നന്നായിട്ട് ട്യൂണായിട്ട് വരുന്നുണ്ട്. ഞാനൊരു നോക്കിയേ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഡയലോഗ് ഭരത് ചന്ദ്രൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? അടുത്തത് മണപ്പള്ളി പവിത്രൻ.
ഇന്ദുചൂടിന്റെ വകയിലുള്ള ഒരാളായിട്ട് വരും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. പക്ഷെ എനിക്ക് ആളുടെ ഡയലോഗ് ഒന്നും അറിയില്ല. എന്നാ മരിച്ചു. ഭാവനയ്ക്ക് ഡയലോഗ് അറിയില്ലെന്ന് പറയുന്നു. കൊല്ലരുത് നമ്മള് കളി നിർത്തി. എനിക്ക് അവസാനമായി പലതും പറയാനുണ്ട്. ലാസ്റ്റത്തെ ക്യാരക്ടർ ബെല്ലാരി രാജ. ബെല്ലാരി രാജ പെട്ടെന്ന് പറഞ്ഞോ. ഒരു ഡയലോഗ് പറയൂ. ബെല്ലാരി രാജ. അല്ലേ കലിപ്പ് തീരുന്നില്ല. രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാ ഉദ്ഘാടന മഹാമഹം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ. താങ്ക് യു. ഞാൻ ജീവനോടെ എന്നെ തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദി. ഇനി ഭാവനയ്ക്ക് പിന്നെ ഇതിനകത്ത് ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്യാം. ഉദ്ഘാടനം ചെയ്ത ആൾക്കാണ് ആ ചാൻസ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ബൈജു ചേട്ടനെ വിളിക്കാം. നിങ്ങൾ രഹസ്യം മാത്രമേ ഉള്ളൂ, പരസ്യമൊന്നുമില്ലേ? യൂറിൻ പാസ് ചെയ്തിട്ട് വരട്ടെ. ഷോക്ക് അടിക്കുമ്പോ എന്താ വെറുതെ ലൈറ്റ് കത്തിച്ചാൽ ഷോക്ക് വേണ്ട. പ്രൊഡ്യൂസറെ ഒരു പ്രശ്നമുണ്ട്. ഈ ബൈചേട്ടനെ കറണ്ട് അടിച്ചാൽ വേറൊരു കുഴപ്പമുണ്ട്. അത് പുറത്തു പറയാൻ പറ്റാത്ത കുഴപ്പം. അത് പുറത്തു പറയാൻ പറ്റാത്ത കുഴപ്പം. അതെ, ഈ ചെയർ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതല്ല, കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മൂത്രം ഒഴിക്കണം. സത്യ കുറച്ച് കറണ്ട് അടിക്കുമോ? നമ്മളൊക്കെ ഉറക്കത്തിൽ നിന്ന് ചില സമയത്ത് എണീറ്റ് നേരെ പോകുന്നു, പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ തിരിച്ചു. ബൈച്ചേട്ടൻ അങ്ങനെയല്ല. ബൈച്ചേട്ടൻ എങ്ങനെ പോകുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, പ്ലഗിന്റെ ഉള്ളിലേക്ക് വരുന്നു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടന്റെ വീട്ടില് എത്ര രൂപ കറണ്ട് ബില്ല് വരും ഒരു മാസം? എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഒരു 13,000-14,000 ഒക്കെ വരും. 13,000-14,000 രൂപയോ? എന്തിനു മൂത്രം ഒഴിക്കല് കുറച്ച് കുറയ്ക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാൻ കളി. യെസ്, നമ്മള് തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ കഥാപാത്രം നന്ദഗോപാൽ മാര. മമ്മൂക്ക എന്ന് പറഞ്ഞാ പോരാ. ചോക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞാ പോരാ. ഡയലോഗ് തട്ട് 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 തട്ട്. ആ തട്ടല്ല, ഞാൻ തട്ടും. നിങ്ങളിത് തട്ടിപ്പോ. ടീമിനോട് ചോദിക്കും. മാരാരിക്കുന്ന തട്ട് താഴ്ന്നേ ഇരിക്കുന്നു. നമ്മൾ പറഞ്ഞു തന്നില്ലേ? നമ്മൾ പറഞ്ഞെന്നുണ്ടല്ലേ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി ഒന്നും പറഞ്ഞു തരൂല്ല. അടുത്ത ഏതാ ചോദിച്ചോ. അടുത്തത് ഉണ്ണിമായ. ഞാൻ കോലത്താണ് മാഷേ. അത് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു കേട്ടില്ല. ഞാൻ കോലത്തെ തമ്പുരാട്ടിയാണ് മാഷേ. ശരി. നിശ്ചൽ. നിശ്ചൽ ഏത് സിനിമയില്? നിശ്ചൽ ഫോട്ടോഗ്രാഫർ. ശരിക്കടിക്കുന്നുണ്ട്. ഏത് സിനിമയില്? അതിലെ ഡയലോഗ് പറ. ഞാനും അടിച്ചു പിരിഞ്ചു. തൽക്കാലത്തേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ശരി, അത് ഭാവന അതല്ല, അല്ല സത്യത്തിലുണ്ടല്ലോ ബൈച്ചേട്ട ഇതൊക്കെ സഹിച്ച എന്തിനാ ഭാവന ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാ. താങ്ക് യു ഭാവന. വേദനിച്ചില്ലല്ലോ. വെറുതെ കറണ്ട് അടിപ്പിച്ചത് തന്നെ. തടയി തന്നിട്ട് പോലില്ല നീ. വെറുതെ റോള് കൊടുക്കാന്ന് പറഞ്ഞത് അത് ഭയങ്കര മോശമാണ് ഭാവന. എന്താ പറ്റിയത്? പറയുമ്പോ എല്ലാം പറയണം. ഭാവന വന്നപ്പോഴത്തേന് ഞങ്ങളുടെ ഭാവന എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങള്. ഞാൻ ഒരുപാട് ആ മനുഷ്യൻ അവിടെ മരം പോലെ നിന്നിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തടവി പോലും കൊടുത്തില്ല. കൈകൊണ്ട് തടവിയപ്പോഴത്തേക്ക് ഓടി അങ്ങ് പോയിട്ടല്ലേ. ഞാൻ ഇത്രയും തടവിയാ മതി. അപ്പൊ ഇനി ഭാവന നേരെ ഭാവനയുടെ സീറ്റിലേക്ക് പോകാം.
അവിടെ ഈ ആസിഡില് എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല. നമുക്കിനി അടുത്ത ടീമിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ടീം ദേവാസുരം റെഡിയല്ലേ? മാത്തു അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റനെ തന്നെ വിളിച്ചോ. ഇവിടെ ക്യാപ്റ്റൻ വന്ന സ്ഥിതിക്ക് ക്യാപ്റ്റന്മാർ വരട്ടെ. ക്യാപ്റ്റൻ ആദ്യത്തെ കഥാപാത്രത്തിന്റെ പേര് വളരെ എളുപ്പമുള്ളതാണ്. അച്യുതൻ നായർ. അച്യുതൻ നായർ. അച്യുതൻ നായരോ? നിന്റെ അച്ഛനാണോ പറയുന്നത്? പറ. നിന്റെ അച്ഛനാണോ പറയുന്നത്? അടുത്ത കഥാപാത്രം അച്ചൂട്ടി. മമ്മൂക്കയാണ്. അല്ലല്ല, സുരേഷ് ഗോപി. എനിക്കറിയാം അച്ചൂട്ടി. നല്ല സമ്പത്ത് തന്നെ ഉണ്ടായാണ് അച്ചൂട്ടിയും. കരണ്ടടിച്ച് ചാവുള്ളൂ. മമ്മൂക്കയല്ലേ? മമ്മൂക്കയല്ലേ? മകളെ മിക്കവാറും മരിക്കും. ഡയലോഗ് പറഞ്ഞു കൊടുക്കേ. മകളെ നീ ജയിച്ചു കാണല്ലേ? നീ ജയിച്ച് കാണണം. ഇങ്ങനെയാണെങ്കിൽ നീ തോറ്റ് കാണേണ്ടി വരും. ശരി, അടുത്തത് സ്റ്റീഫൻ നെടുമ്പിള്ളി. സ്റ്റീഫൻ നെടുമ്പിള്ളി. നീ എന്റെ പിള്ളേരെ തൊടലടാ. എന്തായാലും എന്തുകൊണ്ടേ നീ എന്തിനാ എന്താ കൈ തടവ. ഇതിനാണോ ഞാൻ ഇത്ര നേരം ചോക്കടി വായിച്ചത്? നീയാണ് തടവ പറഞ്ഞത്. പറയണ്ടേ? അവിടെ തന്നെ പാവനക്ക് എഴുന്നേറ്റ് വരുന്നൊരു ബുദ്ധിമുട്ടാവില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ അർജുൻ വിളിച്ചപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നത് പാവനെ ആശ്വസിപ്പിക്കാൻ വരുമെന്ന് നിന്നേനെ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ ബുദ്ധിമുട്ടി. അവിടെ നിങ്ങൾ വരെ വന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സൗഭാഗ്യ സ്വന്തം ഭാര്യ ഇങ്ങോട്ട് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഗതി. കല്ലു, ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഗതി. ഇവിടുത്തെ സുക്കുടുവാവ നീ എന്തിനു വേണേ പറയാതിരിക്കും. അവന് ഷോക്ക് അടിക്കട്ടെ. ഇത് തക്കുടുവാവയായിട്ട് മാറിയേട്ടാ. നമുക്കൊരു പണിയാ. ഈ മാമോദിസ പേരൊക്കെ നമ്മൾ വിളിക്കൂലേ എന്ന് പറഞ്ഞ വരി നമുക്ക് ബൈച്ചേട്ടന് ജ്ഞാനസ്നാനം ചെയ്യും. സുക്കുടുവാവ, സുക്കുടുവാവ, സുക്കുടുവാവ. ഭാവന, എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പ് കണ്ടിട്ട്? നന്നായിരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ? ഇല്ല, മനസ്സിലാവുന്നില്ല. സംഭവം ഞങ്ങളൊരു കുസൃതി ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ പരിപാടി. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കടമ്പ കടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഇരിക്കുന്ന ബാസ്ക്കറ്റിൽ നിന്നും ഒരു ബോൾ എടുത്ത് ആ കാണുന്ന ഞങ്ങളുടെ വാക്കകത്തേക്ക് തിരികിയാലേ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അവസരം കിട്ടും. പറയുന്ന ആള് തന്നെയാണോ ഈ ബോൾ എറിയുന്നത്? ആൻസർ പറയുന്ന ആള് നമ്മുടെ കൂടെ നിൽക്കുമായിരിക്കും. അവിടെ നിൽക്കുന്ന ആളുകളുടെ ദൗത്യം എന്ന് വെച്ചാല് ഈ അവിടെ അതിന്റെ അകത്തേക്ക് ഇട്ടാൽ മാത്രമേ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഒരു ടീമിൽ നിന്നും 3 പേരാണ് കളിക്കുന്നത്. അതെ, എന്ന് വെച്ചാൽ ഒരാൾ ഉത്തരം പറയാൻ, ഒരാള് ബോൾ എറിയാൻ, ഒരാള് ശിക്ഷ ഏറ്റുവാങ്ങാൻ. ആ തട്ട് കണ്ടോ? ആ തട്ടിൽ കയറിയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാം. നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ ഇരിക്കില്ല. അത് പറഞ്ഞിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം. അതേപോലെ ഒരാൾ ഇവിടെ ഇരിക്കും. 2 ടീമിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ള 2 പേരും ആ തട്ടിന്മേ കയറി ഇങ്ങനെ കാലൊക്കെ നീട്ടിയിരിക്കും. ഈ ചെമ്പുപാത്രം ഉണ്ടല്ലോ, ഈ പാത്രത്തിൽ നിറയെ വെള്ളമാണ്. എന്നിട്ട് ഇതിന്റെ രസം എന്ന് വെച്ചാല് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അവിടെ നിൽക്കുന്ന ആള് ഈ ബോൾ എടുത്തിട്ട് ആ വാക്കകത്തേക്ക് എറിഞ്ഞു. അത് അതിന്റെ ഉള്ളിലേക്ക് ചാടി കഴിയുമ്പോ ഇവിടെ നിൽക്കുന്ന ആള് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ശരിയാണെങ്കിൽ ആ ടീമിന് അപ്പുറത്തെ ടീമിന് പണിഷ്മെന്റ് കൊടുക്കാം. ഉടൻ തന്നെ അപ്പുറത്തെ ടീമിൽ ഇരിക്കുന്ന ആള് വെള്ളത്തിലേക്ക് ഗ്ലുമ്മ വീഴും. ഇവിടെ ഞാൻ നിക്കാം, എറിയും. സ്നേഹ ചേച്ചി എറിയും, അർജുവേട്ടൻ അതിന്റെ മുകളിൽ കയറി ഇരിക്കും. ഇവിടുത്തെ തീരുമാനമായല്ലോ, ഉറപ്പിച്ചല്ലോ. ആരെറിഞ്ഞാലും ഞാൻ തന്നെ വീഴും. ഇവിടുത്തെ കാര്യം നിങ്ങൾ രാജ പറ. ബോൾ എറിയാൻ പ്രബിൻ, ശിക്ഷ ഏറ്റുവാങ്ങാൻ ഈ പാവം കുപ്പി പൂതോ. അല്ല, അതെന്നാന്നറിയാവോ? ആദ്യം ഷോക്ക് അടിച്ചപ്പോ മറ്റേ സാധനം ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ബൈച്ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എല്ലാവരും തീരുമാനം അതാണെങ്കിൽ ഞാൻ
ശിക്ഷ വാങ്ങാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വർത്തമാനം പറഞ്ഞ സമയം കളയേണ്ടതില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഭാവന, ഈ ഗെയിമിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്തായാലും ഒരാൾ കുഴി വീഴുന്ന എനിക്ക് ഉറപ്പില്ല. അതിനുവേണ്ടി ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഇവിടെ. മാടമ്പള്ളിയിലെ ശരിക്കുമുള്ള മനോരോഗി ഉണ്ടല്ലോ, അതെല്ലാവരും കരുതുന്ന പോലെ ശ്രീദേവി അല്ല, ആയിരിക്കുന്ന ഭാവനയാണ്. രണ്ടുപേരോടെ മീശയും പിരിച്ചു നിൽക്കുന്നുണ്ട്, കുഴിയിലേക്ക് വീഴാൻ കാല് നീട്ടി. അതെ. ഒന്നാമത്തെ കുസൃതി ചോദ്യം, പ്രായപൂർത്തിയായ ആളുകൾ ആരും കാണാതെ ചെയ്യുന്നത് എന്ത്? പ്രായപൂർത്തിയായ ആളുകൾ ആരും കാണാതെ ചെയ്യുന്നത് എന്ത്? മഞ്ചേച്ചി കിട്ടിയെങ്കിൽ പറയാം, അതതിന്റെ അകത്ത് വീണം. പോരാ, ഉന്നം പോരാ. No! What up? No! Oh no! Concentrate! No, no! Yeah! Concentrate! Yeah! രക്ഷയില്ല. രക്ഷയില്ല. ആരാണ് പടുകുഴിയിലേക്ക് പോകാൻ പോകുന്നത്? ഉത്തരം പറയൂ. പ്രായപൂർത്തിയായ ആൾക്കാർ ആരും കാണാതെ ചെയ്യുന്നത് അപ്പൊ പടുകുഴിയിലേക്ക് പോകാൻ റെഡിയായി അർജുന. തട്ടും പുറത്ത് അർജുനൻ. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കുളിച്ചിട്ട് വരാം. ഇതാ കണ്ടോളൂ, സ്ലോ മോഷൻ. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. താങ്കളുടെ വീഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. അർജുന്റെ ഓരോ വീഴ്ചയിലും ആനന്ദിക്കുന്ന സൗഭാഗ്യം. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആ വീഴുന്ന കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ ഒന്ന് കണ്ണെടുത്തത് ഒരു ഭർത്താവിന്റെ വീഴ്ച കാണാനായിട്ട് കാത്തിരിക്കുന്ന ഭാര്യ. ഭാവന, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വൃത്തിയായിട്ട് കണ്ടു. ഭാവന ശരിക്കും ആഗ്രഹിച്ചത് ബൈച്ചേട്ടന്റെ, നമ്മുടെ തക്കുടുവാവയുടെ വീഴ്ചയല്ലേ? ഇല്ല, അങ്ങനെയില്ല. ഞാൻ രണ്ടുപേരുടെയും ആയിരുന്നു ആഗ്രഹിച്ചത്. സാറില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അത് സാരല്ലേ, ഇനി സമയമുണ്ടല്ലോ എന്നതാണ്. ഇവിടെ ഒരു തട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് ആ തട്ടിലേക്ക് ആരാണ് ഇനി ടീം ദേവാസുരത്തിൽ നിന്ന് വരുന്നത്? സൗഭാഗ്യ. നമുക്ക് ഒരേ കൊട്ട കിടക്കാം. അല്ല, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ കുളിച്ചാ പോയി. അടുത്തത് നീനു. നീനു, നീനു. ആരാധകരുണ്ട് നീനുന്. പൗരുഷമുള്ള സുന്ദരിയാണ്. പറയാൻ പറഞ്ഞു. അയ്യോ, സൗഭാഗ്യയുടെ മുഖമൊക്കെ വാടി. ചെമ്പിൽ അർജുനുണ്ടെങ്കിൽ ഞാൻ ചാടാന്ന്. അതല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ശ്രീരാമേട്ടൻ ചേട്ടൻ അത് കറക്റ്റ് ഇടാത്തത് കൊണ്ടാണല്ലോ അർജുൻ ചേട്ടൻ വേണ്ടത്. എന്റെ പൊന്നോ, തട്ടുംപുറത്ത് ശ്രീറാം ഇനി ചെമ്പൻ ശ്രീറാമായി മാറുമോ എന്നുള്ള കാര്യമാണ് നോക്കി നിൽക്കുന്നത് പ്രേക്ഷകർ. അതോടൊപ്പം തന്നെ അജയ്യനായിട്ട് നമ്മുടെ ബൈച്ചേട്ടൻ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, പ്രാർത്ഥനയോടെ പുള്ളിക്ക് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ കുസൃതി ചോദ്യം ഇതാണ്: പെട്ടെന്ന് പൊക്കം കൂടാൻ ഉള്ള എളുപ്പവഴി. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി. എനിക്കിട്ടാണല്ലോ എന്റെ നെഞ്ചേ. അതിഭീകരമാവിധം ശ്രമിക്കുന്നുണ്ട്. ഇട്ടോ അത് പ്രശ്നമൊന്നുമില്ല. എടുത്തിട്ട് ബോൾ എടുത്തിട്ട് മധുരരാജ കൂടി, ഈ മധുരരാജയും കൂടി
നമ്മള് ഹീൽസ് ഇടുമ്പോ നമുക്ക് പൊക്കം വെക്കുമല്ലോ. ഉത്തരം തെറ്റിയിരിക്കുന്നു. കല്ലു, ഉത്തരം തെറ്റിയിരിക്കുന്നു. അവർക്ക് ആദ്യം ഉത്തരം പറഞ്ഞതും ആദ്യം ബോൾ എടുക്കാൻ പോയതും മറ്റേ ടീമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് എങ്ങനെയാണ് ഹെലന് പറയാനുള്ള ഉത്തരം എന്താണ്? അത് ഹൈറ്റ് കുറഞ്ഞ ആളുടെ അടുത്ത് നിന്നാ മതി പോയിട്ട്, അപ്പം പെട്ടെന്ന് ഹൈറ്റ് വെക്കും. അതാണ് നമ്മുടെ സ്പാർട്ടക്കുട്ടി ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഴിയിലേക്ക് വീഴാൻ പോകുന്നു. ടീം ദേവാസുരമാണ് ഈ ടീമിൽ ജയിച്ചിരിക്കുന്നത്. ടീം ദേവാസുരം അതുകൊണ്ട് തന്നെ കുഴിയിലേക്ക് വീഴാൻ പോകുന്നു മധുര രാജ. ഭാവനെ സുക്കുടുവാവ താഴേക്ക് വീഴാൻ പോകുന്നു. ഭാവന ചേച്ചി, ഞങ്ങളുടെ സുക്കുടുവിനെ രക്ഷിക്കാൻ വല്ല മാർഗമുണ്ടോ? സുക്കുടുവിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? സുക്കുടു അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ വീട്ടിലൊക്കെ പിള്ളേരെ ബക്കറ്റിൽ ഇറക്കി നിർത്തി കുളിപ്പിക്കൂലേ എന്ന് പറഞ്ഞാൽ സുക്കുടു അവര് നമ്മൾ ചെമ്പിൽ ഇറക്കി നിർത്തി കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ കണ്ടോളി, ഇതാ വഴി വീഴുന്നു. സ്ലോ മോഷനിൽ കണ്ടോളി മക്കളെ. ഇതാ വഴി വീഴുന്നു. സ്ലോ മോഷനിൽ കണ്ടോളി മക്കളെ. പോയോ? അതെന്താ സംഭവം എന്നറിയോ? ഈ ഏഴുപിന്ന എന്ന് പറയുന്ന നാടുണ്ടല്ലോ, അതിങ്ങനെ കരഭൂമി മാത്രമല്ല, ഒരുപാട് ചെമ്മീൻകെട്ടും കായലും ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. വെള്ളത്തിൽ വീണ അങ്ങനെയൊന്നും പേടിക്കില്ല മോനെ. മധുര രാജയ്ക്ക് ഒരു പോയിന്റും ദേവാസുരത്തിന് ഒരു പോയിന്റ്. അതെ, അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ടൈ അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ ഓവർ വേണ്ടേ? നമുക്ക് തീർച്ചയായിട്ടും മൂന്നാമത് ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. കുസൃതി ചോദ്യങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് വീഴാൻ ആര് റെഡി? ഞങ്ങളുടെ കുട്ടൻ റെഡിയാ. ഞാൻ റെഡിയാണ്. കേറിക്കോ. മാന്യ മഹാജനങ്ങളെ, നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഫൈനൽ മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. ഇനി ആരാണോ ഈ കുട്ടുവത്തിലേക്ക് വീഴുന്നത് അവരാണ് തോൽക്കാൻ പോകുന്നത്. എന്തിലേക്ക്? കുട്ടുവം എന്തൊക്കെയല്ലേ? ചെമ്പ്, കുട്ടുവം. ആരാണ് എറിയാൻ വരുന്ന? ആരാണ്? രണ്ടുപേര് കയറിയുന്നു. കുസൃതി ചോദ്യം ഇതാണ്. ചുണ്ടും ചുണ്ടും ചേരുമ്പോൾ സംഭവിക്കുന്നതുണ്ട്. ടീം മധുര രാജയും ടീം ദേവാസുരവും വിജയിച്ചു. ദേവാസുരം ഉത്തരം പറയ്. ചുണ്ടും ചുണ്ടും മുട്ടിയ വായടയും. കറക്റ്റ് ആണോ? ചുണ്ടും ചുണ്ടും മുട്ടിയാൽ വാ അടയും. ശരിയായിട്ടുള്ള വിജയിച്ചിരിക്കുന്നു ടീം ദേവാസുരം. ഇനി ഒരു കാഴ്ച മാത്രമേ കാണാനുള്ളൂ. മധുര രാജയിലെ രാജ താഴേക്ക് വീഴാൻ പോകുന്നു. പ്രബിൻ PBN ഇതാ പട്ടുകുഴിയിലേക്ക്. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് പ്രബിൻ PBN. എടാ, ബാഹുബലിയിൽ എൻട്രി മാരിയായല്ലോ. അതെ, നേരത്തെ വീണ ആള് മൂത്രം ഒഴിച്ച വെള്ളം കുടിച്ചോ? ഇട്ടോ ആരും മൂത്രം ഒഴിച്ചിട്ടുണ്ട്. എഴുതി വെച്ചോ? എന്റെ ടീമിനോടൊന്ന് ചിരിക്കരുതെന്ന് പറയോ? അവരവിടെ ചിരിക്ക. ഞാൻ ഇത്തവണ ആക്ച്വലി വീഴുന്നത് മിസ്സായി. അയ്യോ, ഇവര് അപ്പോഴത്തേക്ക് എന്നെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് ഡാൻസ് കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് മുമ്പിലേക്ക് വന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഗതി അപ്പോ നമ്മുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഇതിലെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആരെയാണ്? മാധു. ഈ ചെമ്പിലേക്ക് വീണ ആണുങ്ങളുടെ മാനം കാക്കാനായിട്ട് വേണമെങ്കിൽ, പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ചലഞ്ച് ചെയ്യുമ്പോ ഒരു ആൺകുട്ടിയെ പോലെ ജീവിക്കുന്ന സത്യം എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? ദേവാസുരത്തിൽ നിന്നും വീണ്ടും വിജയിക്കാനായിട്ട് ഒരു പെൺകുട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. അവളെ വെല്ലുവിളിക്കാൻ ആരുമില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ടീം ദേവാസുരം അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടെങ്കിൽ ടീം മധുരരാജ അത് ഏറ്റെടുക്കണം. അല്ല, ഞങ്ങൾ എന്തായാലും തോറ്റു എന്ന് ഉറപ്പാണല്ലോ. ഇവരെന്തായാലും ജയിച്ചു. പിന്നെ വെറുതെ കയറി നിന്നിട്ട് വെറുതെ നനയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ തോറ്റു. That's all.
ഇവിടത്തെ കളികൾ അങ്ങനെ അവസാനിക്കുന്നില്ല. ട്വിസ്റ്റോട് ഒരു ട്വിസ്റ്റുകളായിരിക്കും. ഉഗ്രൻ സർപ്രൈസ് ഉണ്ട് കല്ലു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാനായിട്ടുള്ള താല്പര്യമില്ല. അവർ തോറ്റ് പിന്മാറിയിരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് കൂവാം. ദേവാസുരം ഒന്ന് കൂവിക്കോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നീനു കേറിക്കോ. മാതു, ഒരു പെൺകുട്ടി ദേവാസുരം ടീമിൽ നിന്ന് സധൈര്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ തോറ്റ് പിന്മാറിയിരിക്കുകയാണ് മധുരരാജ ടീമിൽ നിന്ന്. ആരുമില്ലേ? ഈ ഒരു വെല്ലുവിളിക്ക് തയ്യാറല്ല ആരും. എന്തായാലും അവര് ജയിച്ചു. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ ഇതിന്റെ അകത്ത് വെള്ളത്തിൽ മുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ടീം ദേവാസുരം നിങ്ങളിപ്പോ വിജയിച്ച് നിൽക്കാണ്. നിങ്ങളുടെ ടീമിലുള്ള ആള് തന്നെയാണ് ഇപ്പൊ മേളിൽ കയറി നിൽക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തട്ടേ കയറാൻ താല്പര്യമുണ്ട്? ഉണ്ടോ? ഉറപ്പാണോ? ഇത്രയും വെല്ലുവിളികൾ നമ്മൾ കഴിഞ്ഞ കുറെ നേരമായിട്ട് നടത്തിയിട്ട് ആകെ അത് സ്വീകരിച്ച ഒരേ ഒരു കരുത്തിയായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്നത് നീനു മാത്രമാണ്. സത്യ എന്ന പെൺകുട്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ വിട്ടു. സത്യക്ക് ഈ കേരളത്തിന്റെ വകയായിട്ട് 10,001 രൂപ കൊടുക്കും മക്കളെ. ഞാന് ഇതിന്റെ മേലിൽ കയറിയിരുന്നു. ഓക്കെ, എന്റെ ഈ കാല് മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ, മമ്മൂക്കയുടെ സിനിമയില് ആക്സിഡന്റ് ആയതാണ്. ഈ കാലില് ഈ വിരലൊന്നും വർക്ക് ചെയ്യില്ല. ഈ കാല് ഫുൾ ഡെഡ് ആണ്. ഞാൻ അത്രയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത്രയും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ കേറി. ഈ കാല് വേറൊരു പടത്തിന് വേണ്ടിട്ട് പോയപ്പോ അണലി അടിച്ചതാണ്. അപ്പൊ കാല് രണ്ടും നോട്ട് സപ്പോർട്ടഡ്. 2 കാലല്ലേ ഉള്ളൂ? 2 കാലേ ഉള്ളൂ. ഞാൻ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെയ്തപ്പോ എനിക്കും വേണം സമ്മാനം. എന്തേ നമ്മുടെ സുക്കുടു ബാബ പറഞ്ഞതില് ചെറിയൊരു കാര്യമൊക്കെ ഉണ്ട്. ഇതുവരെ പുള്ളിയുടെ മുഖത്തൊരു സെന്റിമെന്റൽ ഫീലിംഗ് കണ്ടിട്ടില്ല. ഇപ്പൊ നോക്ക് പുള്ളിയുടെ മുഖത്ത്. അപ്പൊ അത് കാരണം കൊണ്ട് അണലി അടിച്ച കാലിന്റെ കഥയും മാമാങ്കത്തിന്റെ കാലിന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഭാവന സ്റ്റേജിലേക്ക് വാ. സുക്കുടുവാവയ്ക്ക് എന്താണ് കൊടുക്കണേ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഭാവന ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഞങ്ങളൊരു അപേക്ഷയാണ്. സുക്കുടുവാവയ്ക്ക് നമ്മളെല്ലാവരും ഹീറോ ഓഫ് ദ മാച്ച് എന്ന ഒരു പൊസിഷൻ കൊടുക്കുകയാണ്. ഒറ്റ സെക്കൻഡ്. പക്ഷേ അത് ഞാൻ സമ്മതിച്ചു. ഹീറോ ഓഫ് ദ മാച്ച് അല്ല, അത് മാത്രല്ല വേറെ എന്തും കൊണ്ടുണ്ട്. ഹീറോ ഓഫ് ദ മാച്ച് മാത്രല്ല, വേറൊരു വലിയൊരു സമ്മാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുക്കുടുവാവയ്ക്ക് മനസ്സ് നിറയെ സ്നേഹം. അപ്പൊ ബൈചേട്ടന് കിട്ടേണ്ടത് കിട്ടി, നമ്മുടെ സുന്ദരിക്കുട്ടിക്കും കിട്ടേണ്ടത് കിട്ടും. പക്ഷെ ഇവിടത്തെ വിജയികളെ ഇനി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. ഇന്നത്തെ മത്സരത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ വിജയിച്ചിരിക്കുന്നു ടീം ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഭാവനയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇനിയും ഇതിനേക്കാൾ കൂടുതൽ എന്റർടൈൻമെന്റ്സും ആൻഡ് എന്താ പറയാ എല്ലാ തരത്തിലുള്ള ഫണ്ടും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും അടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭാവനയുടെ ആ കാര്യം കൂടി നമ്മളോട് സാധിച്ചേരുന്നതാണ്. നമുക്ക് ഇപ്പൊ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസപ്പ് കോ പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി, കോ-പവർഡ് ബൈ ഡോക്ടർ മോംസ്. കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എറ്റേണ. സ്പൈസ് പാർട്ണർ ഈസ്റ്റേൺ. ഇലക്ട്രോണിക്സ് പാർട്ണർ പിട്ടാപ്പിളിൽ ഏജൻസീസ് ആൻഡ് പ്രീമിയം ഐസ്ക്രീം പാർട്ണർ ലാസ.